കോടതി പരാമർശത്തിൽ പൊള്ളി രാജിവെച്ചവരുടെ പേരുകളിൽ തുടങ്ങാം. രാജൻ കേസിൽ ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പോറ്റിയുടെ പരാമർശത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്നും കെ കരുണാകരൻ. ചന്ദനക്കൊള്ളക്കാർക്ക് മന്ത്രിയുമായ ബന്ധമെന്നത് ഗുരുതര പരാതിയാണ് എന്ന പരാമർശത്തിൽ വനമന്ത്രിയായിരുന്ന കെ പി വിശ്വനാഥൻ. സീസർ സംശയത്തിനതീതമായിരിക്കണമെന്ന ജസ്റ്റിസ് കെമാൽ പാഷയുടെ പരാമർശത്തിൽ ധനമന്ത്രി സ്ഥാനത്തുനിന്നും കെ എം മാണിയുടെ രാജി. മാണിയുടെ രാജിക്കായി സഭയിലും പുറത്തും നടന്ന സമരദൃശ്യങ്ങൾ കേരളത്തിന്റെ കണ്ണിനു മുന്നിൽ ഇന്നുമുണ്ട്. അധികം പുറകിലേക്ക് പോകേണ്ട. ഒന്നാം പിണറായി സർക്കാരിൽ നിന്നും കെ ടി ജലീലിന് രാജിവെക്കേണ്ടി വന്നത് ലോകായുക്ത പരാമർശത്തിലാണ്. എം.ആർ. അജിത് കുമാറിന് അനധികൃത സമ്പാദ്യമില്ല എന്ന റിപ്പോർട്ട് അംഗീകരിച്ച് നിയമവിരുദ്ധ നടപടിയെടുത്തു മുഖ്യമന്ത്രി എന്ന ഗുരുതര കണ്ടെത്തലാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി നടത്തിയിരിക്കുന്നത്. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് മുഖ്യമന്ത്രി ഇടപെട്ടതുകൊണ്ടാണെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. പരാതിക്കാരനെ മൊഴിയെടുക്കുക പോലും ചെയ്തിട്ടില്ല എന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു. പൂരം കലക്കലിലും ട്രാക്ടർ ഓടിച്ചതിലുമൊക്കെ അജിത് കുമാറിന് കിട്ടിയ തണൽ എവിടെ നിന്ന് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് കോടതിയിലൂടെ പുറത്തുവന്നത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന പ്രതിപക്ഷ ആവശ്യത്തോട് മുഖ്യമന്ത്രിക്ക് എന്തുണ്ട് പറയാൻ? മുഖം നഷ്ടപ്പെട്ടോ എന്നതാണ് ചോദ്യം.